ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയും തുടർന്ന് കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി എനിക്കിങ്ങനെ കാണുമ്പോൾ കേട്ടോ. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ വീഡിയോ ഒന്നും ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ കാണലൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും ഇനി തുടർന്ന് കാണാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് ആ കാലത്ത് എന്നത്തെയും പോലെ തന്നെ ഒരടുപ്പത്ത് ചായ വെക്കി വെള്ളം വെച്ച് ഒരടുപ്പത്ത് കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരിക്ക് പൊടി വാട്ടി പിന്നെ അതിന് ശേഷം കോഴിമുട്ട കറി ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ പൊടി കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പൊടി ആദ്യം കൈ വെച്ചിട്ടാണ് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റിയില്ല, ചൂടാണ്, ഗ്ലാസ് വെച്ചിട്ടാണ് കുഴച്ചത് കേട്ടോ. പിന്നെ ചൂടാറിയപ്പോൾ കൈ വെച്ച് കുഴച്ച് പിന്നെ അതിലിടയ്ക്ക് ഞാനൊരു ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതിനൊന്നും പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചായയും കുടിക്കുന്നുണ്ട് നിന്നിട്ട് തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറിയൊക്കെ ആയതിന് ശേഷം പത്തിരിയൊക്കെ ആയതിന് ശേഷം ഒരു ചായയും കൂടി കുടിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ അടിച്ചു വാരലൊക്കെ ചെയ്ത് ഉമ്മറൊക്കെ തുടച്ച് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് അകങ്ങളൊക്കെ അടിച്ചു വാരി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആടിനെ വിട്ടിട്ട് എല്ലാവരേനെയും കുറച്ച് സമയമൊക്കെ പിടിക്കും കേട്ടോ. അവരേനൊക്കെ ഒന്ന് കെട്ടി വരുമ്പോഴേക്കൊക്കെ പിന്നെ വെള്ളമൊക്കെ കാട്ടി ഇലയൊക്കെ എല്ലാവർക്കും കെട്ടി കൊടുത്ത് പിന്നെ ആടിനെ കറക്കാണ്ടായിരുന്നു, കറന്ന് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ ഇല കൊടുന്നിട്ടുണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ ആടുകൾ കാണാത്തോടത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തന്നെയാണ് ഈ ആടും കൃഷി ചെയ്യണത് കേട്ടോ. ഒറ്റയ്ക്കൊന്നും അങ്ങനെ കൂട്ടിയാൽ പറ്റില്ല. രണ്ടാളുണ്ടെങ്കിൽ തന്നെയാണ് നല്ല രീതിക്ക് പോവുള്ളൂ കേട്ടോ. ഇലയൊക്കെ കൊണ്ടുവരാനും അങ്ങനെയൊക്കെ കൂട് വൃത്തിയാക്കാനും. ഇപ്പോൾ ഒരാൾക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഒരാൾ വീട്ടിൽ വേണം. അങ്ങനെയൊക്കെയാണ് ആട്ടും കൃഷിയാകുമ്പോൾ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൂടൊക്കെ വൃത്തിയാക്കി കൂട്ടിലല്ലേ എല്ലാവർക്കുള്ള ഇലയൊക്കെ കെട്ടിക്കൊടുത്ത് ഉച്ചക്കലേക്കുള്ള ഇലയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ ഗ്രില്ല് അടച്ചിട്ടിട്ടാണ്. ആട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കലേക്കുള്ള ഇല കെട്ടി കണ്ടാൽ പിന്നെ അവർ കയറും. അപ്പോൾ അത് അടച്ചിട്ട് അതിന് ശേഷമാണ് കൂടിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കിയതൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് തീയിടാണ്ടായിരുന്നു ചവറൊക്കെ, അതൊക്കെ തീയിട്ട് വന്ന് പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് വെള്ളമൊക്കെ കാട്ടി എല്ലാവരെയും കൂട്ടിൽ കയറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും തുടർന്ന് കാണാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ.